അതേപോലെ തന്നെ എനിക്ക് പറഞ്ഞാൽ ഈ ട്രിനിറ്റി നിങ്ങളുടെ പ്രകാരം ഖുർആൻ പ്രകാരം ട്രിനിറ്റിയിൽ ആരൊക്കെയാണ് വരുന്നത്? വിശുദ്ധ ഖുർആനിൽ അന്ന് ജീവിച്ചിരുന്ന അന്ന് നിലവിലുണ്ടായിരുന്ന ധാരാളം വിശ്വാസ വൈകല്യങ്ങളെ വിശുദ്ധ ഖുർആൻ അതിശക്തമായി എതിർക്കുന്നുണ്ട്. ഓക്കെ, വിശ്വാസ വൈകല്യങ്ങളെ. ഇസ്ലാമിന്റെ അടിസ്ഥാനമായാൽ അറിയാലോ, ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ആരാധനയ്ക്കർഹൻ സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാൻ ഒരുവൻ മാത്രം, ഏകൻ മാത്രം, അവൻ മാത്രമാണ് ആരാധനയ്ക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഇസ്ലാമിന്റെ പ്രഖ്യാപനം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ ആയത്ത്. ഓക്കെ, ഫഅലം അറിയുക, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല. അതോടൊപ്പം അന്നുണ്ടായിരുന്ന ധാരാളം വിശ്വാസ വൈകല്യങ്ങളെ ഖുർആൻ അതിനിഷിദ്ധമായി എതിർക്കുന്നുണ്ട്. അതിൽ അന്നത്തെ അവിടെ മക്കയിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികളുടെ വിശ്വാസത്തെ, അവരുടെ വിശ്വാസ വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഹുൽ കിതാബ് എന്ന വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള നാമം നൽകിക്കൊണ്ട്, വേദക്കാർ എന്ന നാമം നൽകിക്കൊണ്ട് ഈ പറഞ്ഞ യഹൂദന്മാരെയും ക്രൈസ്തവരെയും അതിൽ തെറ്റപ്പന പല വിഭാഗങ്ങൾ, ഉപവിഭാഗങ്ങളെ കുറിച്ചുള്ള വിശ്വാസ വൈകല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സാബീയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഈ പറഞ്ഞ മറ്റിതര ധാരാളം വിശ്വാസ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പോലും സൂക്ഷ്മമായി പറയുന്നുണ്ട്. അതിൽ ക്രൈസ്തവരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ പലതരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളെ കുറിച്ച് ഇസ്ലാം വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ എങ്ങനെ കാണാം, ലഖദ് കഫറ അല്ലദീന ഖാലു എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്ത് മാഇദ 5-ാം അധ്യായത്തിലെ 72-73 ഇങ്ങനെ കാണാം. ലഖദ് കഫറ അല്ലദീന ഖാലു എന്ന് പറഞ്ഞു അവർ അവിശ്വാസികളാണ്. ആരാണ് അവിശ്വാസികൾ? യേശു മാത്രമാണ് ദൈവം, അല്ലെങ്കിൽ യേശു ആണ് യഥാർത്ഥ ആരാധ്യൻ, യേശു തന്നെയാണ്, ഈസ തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞവർ അവിശ്വാസികളാണ്. ക്രൈസ്തവരിൽ യേശു മാത്രം ആണ് ദൈവം എന്ന് പറയുന്ന വിശ്വാസികളുണ്ടല്ലോ, അല്ലെ? അതുപോലെ രണ്ടാമത് പറഞ്ഞത് ലഖദ് കഫറ അല്ലദീന ഖാലു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു മൂവരിൽ ഒരാളാണ് എന്ന് പറഞ്ഞവർ അവിശ്വാസികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ലാ തഖൂലു സലാസ, നിങ്ങൾ വേദക്കാരെ, ക്രൈസ്തവരെ, നിങ്ങൾ ത്രിത്വം പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 5, ഈ പറഞ്ഞതുപോലെ കൊലിറിഡിയാനിസം എന്ന് പറഞ്ഞൊരു വിശ്വാസം, ഹെറസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ രാഹുൽ? ഇത് പറഞ്ഞ ഹെറസീസ് എന്താണെന്നറിയില്ലേ? പാഷാണ്ഡതകൾ അറിയില്ലേ? പാഷാണ്ഡതകൾ എന്ന് പറഞ്ഞാൽ ഹെറസിസ്. ധാരാളം ഹെറസികൾ, തൃത്വത്തെക്കുറിച്ച് തന്നെ ധാരാളം ഹെറസികൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൽ പലതും ഇന്നില്ല, പലതും ചരിത്രകാലത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പലതും അന്നത്തെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ കീഴിലുള്ള റോമൻ ചർച്ചിന്റെ അധികാരത്തിന് കീഴിൽ പലരെയും അവർ ഇല്ലായ്മ ചെയ്തിട്ടുണ്ട്, നിഷ്കാസനം ചെയ്തിട്ടുണ്ട്. സെബലിനിസം, മോഡലിസം, ആര്യനിസം, അങ്ങനെ തുടങ്ങി ധാരാളം പാഷാണ്ഡതകളുണ്ട്. അത് തൃത്വവുമായി ബന്ധപ്പെട്ടത്, ഹെർസിയും ട്രിനിറ്റിയുമായി ബന്ധപ്പെട്ടതുണ്ട്, യേശുവിന്റെ ദൈവത്വവുമായി ബന്ധപ്പെട്ട ധാരാളമുണ്ട്. ഓക്കെ. അന്ന് ഈ കൊലിറിഡിയാനിസം എന്ന് പറഞ്ഞ വിഭാഗം ഇന്ന് അതില്ല. ഇന്ന് അവര് വേറൊരു രൂപത്തിലാണ്. കൊലിറിഡിയാനിസം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ വിശ്വാസം എന്താന്ന് വെച്ചാൽ, തൃത്വത്തിൽ പിതാവും ദൈവവും ഏകാരാധനായ ദൈവവും യേശുവും മറിയവും എന്ന് വിശ്വസിച്ചിരുന്ന കൊലിറിഡിയാനിസം എന്ന് പറഞ്ഞ വിഭാഗമുണ്ട്, ക്രൈസ്തവ വിഭാഗം. ആ ന്യൂനപക്ഷം ഇന്നില്ല. അന്ന് ജസീറത്തുൽ അറബിന്റെ ചുറ്റുഭാഗത്ത് ജീവിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് ഈ വിഭാഗം. ഓക്കെ. അവരുടെ വിശ്വാസത്തെയും പ്രത്യേകം എടുത്തു പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ അന്ത്യനാളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശു ക്രിസ്തുവിനോട് ചോദിക്കുന്നതായിട്ട് ഒരു ചോദ്യം, നീ ഏക ആരാധനെ കൂടാതെ, എന്നെ കൂടാതെ നീ നിന്റെ മാതാവിനെയും നിന്നെയും ആരാധ്യ വസ്തുക്കളാക്കാൻ നീ പറഞ്ഞുവോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. ശുദ്ധമാ ഇതിൽ തന്നെ 115-ാമത്തെ ആയത്ത്, 114, 115. അല്ലല്ല, ഞാൻ നേരത്തെ പറഞ്ഞു യേശു മൂവരിൽ ഒരാളെന്ന് പറഞ്ഞ തൃത്വമുണ്ട് അവിടെ. അള്ളാഹു മൂവരിൽ ഒരാളെന്ന് പറഞ്ഞ, പിതാവ് മൂവരിൽ ഒരാളെന്ന് പറഞ്ഞ തൃത്വം അവിടെ ഉണ്ട്. തൃത്വം എന്ന് പൊതുവെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഈ മറിയത്തിനെ തൃത്വമായി ആരാധിച്ചവരെ പ്രത്യേകം എടുത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? തൃത്വത്തെക്കുറിച്ചുള്ള ഏതൊക്കെ കൺസെപ്റ്റ് ഉണ്ടോ അതിനെല്ലാം ഇസ്ലാം എതിർത്തിട്ടുണ്ട്. കിട്ടിയോ? ഓക്കെ. തൃത്വത്തെക്കുറിച്ച് യേശു മൂവരിൽ ഒരാളെന്ന് പറഞ്ഞ തൃത്വത്തെ ആ രീതിയിൽ യേശു മൂവരിൽ ഒരാൾ നിങ്ങൾ പറഞ്ഞ പിതാപുത്രൻ പരിശുദ്ധാത്മാ എന്ന് പറയുന്നുണ്ടല്ലോ, ആ പൊതുവായ തൃത്വത്തെ എതിർത്തിട്ടുണ്ട്. തൃത്വത്തിലുള്ള പൊതുവായ ഹെറസികളെയും എതിർത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? എല്ലാ തരത്തിലുള്ള, അതായത് എല്ലാ തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളെയും യഹൂദന്മാരിൽ, ഇന്നത്തെ യഹൂദന്മാരിൽ അതില്ല. യഹൂദന്മാരിൽ പണ്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു.
ഉസൈർ എന്ന് പറയുന്ന എസ്ര എന്ന പ്രവാചകനെ ദൈവപുത്രനെ പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച ഒരു സമൂഹമുണ്ട്. എസ്ര എന്ന് പറഞ്ഞത് പ്രവാചകനെ അറിയില്ല, എസ്ര പ്രവാചകനെ അറിയില്ലേ? ആ ഗ്രൂപ്പ് ഇന്നില്ല, ആ വിഭാഗം ഇന്നില്ല. ഇന്നത്തെ യഹൂദന്മാരിൽ എസ്ര പ്രവാചകനെ ദൈവപുത്രനായി കൊണ്ട് അങ്ങനെ ഏതൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു? അതിന് തെളിവെന്താവുന്നത്? ചരിത്രപരമായ യഹൂദന്മാരുടെ തൽമുദല്ല, അവരുടെ ഹിസ്റ്ററി ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കിട്ടും. അവിടെ ഉണ്ട് അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളെ കുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ അന്ന് അവരുടെ ചരിത്രകാലത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള അത് അവർ നിശ്വസിച്ചിട്ടില്ലല്ലോ. അപ്പൊ എസ്ര പ്രവാചകനെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടര് കഴിഞ്ഞു പോട്ടുന്ന ഖുർആനിലെ ഈ പ്രയോഗം യഹൂദന്മാര് പോലും ചോദ്യം ചെയ്തിട്ടില്ല. കാരണം അവർ ചരിത്രത്തിലുണ്ട്, അവർക്ക് ചരിത്രത്തിൽ അങ്ങനെ ഒരു ന്യൂനപക്ഷം കഴിഞ്ഞു പോയിട്ടുണ്ട്. എസ്ര, നോവ എന്നൊക്കെ പറഞ്ഞ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത് പക്ഷെ ദൈവപുത്രനായിട്ട് ഒരിക്കലും എസ്ര പ്രവാചകനെ കരുതിയിട്ടില്ല യഹൂദന്മാർ. ഇല്ല, പക്ഷെ അങ്ങനെ വിശ്വസിച്ച യഹൂദന്മാരിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഹെറസി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അവരെയും ജസീറത്തുൽ അറബിൽ, അതായത് ഓരോ പ്രദേശത്തും ഇപ്പം സിറിയൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വിശ്വാസമല്ല റോമൻ കാത്തലിക് ചർച്ചിന്റെ വിശ്വാസം. അവരുടെ ഈ കൗൺസിൽ ഓഫ് ചാൾസിഡൻ എന്ന് പറയുന്ന ആ കൗൺസിലിലെ തീരുമാനത്തെ സിറിയൻ ഓർത്തഡോക്സ് ചർച്ച് അംഗീകരിച്ചിരുന്നില്ല. അതറിയാലോ, അറിയില്ലേ? അപ്പൊ അത് രണ്ട് എക്സ്ട്രീമാണ്. ഒരു യേശുവിന്റെ നേച്ചറിനെ കുറിച്ചുള്ള രണ്ട് എക്സ്ട്രീം ഡിസ്കഷനിൽ അവർ തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ട്, അറിയില്ലേ? അപ്പൊ അതുപോലെ വിശ്വാസപരമായ ഈ പറഞ്ഞ ന്യൂനപക്ഷങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ജസീറത്തുൽ അറബിൽ ഉണ്ടായിരുന്ന എല്ലാ ഇത്തരത്തിലുള്ള വിശ്വാസ വൈകല്യങ്ങളെയും ഇസ്ലാം പ്രത്യേകം ചിലത് ഒരായത്തിൽ, ചിലത് പല ആയത്തുകളിൽ, ചിലത് പല പല സന്ദർഭങ്ങളിൽ കൃത്യമായി അവിടെ വിശുദ്ധ ഖുർആന്റെ ദൗത്യം വിശ്വാസപരമായ വൈകല്യങ്ങളെയെല്ലാം വൃത്തിയാക്കി ക്ലിയർ ആക്കി സത്യമാർഗത്തിലേക്ക് ജനങ്ങളെ നയിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പൊ അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. രാഹുൽ ഇനിയും വരിക, എനിക്ക് കുറച്ച് ബ്രേക്ക് വേണം. രാഹുൽ, ഹാപ്പി ടു ടോക്ക് വിത്ത് യു. നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് തെറ്റായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. ഓക്കെ? ഇല്ല, തീർച്ചയായിട്ടും വളരെ നല്ലൊരു കോൺവെർസേഷൻ ഉണ്ട്. എല്ലാവരോടും സംസാരിക്കാൻ പറ്റി.